Hello everyone, welcome to Brilliant EduTech, the best solution ever. ഹെൽത്ത് സർവീസസ് നടത്തിയ കേരള PSC എക്സാമായ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2ന്റെ റിസൾട്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ അടിസ്ഥാനത്തിൽ നടന്നൊരു എക്സാമാണ്. ഇതുവരെ 5 ജില്ലയുടെ റിസൾട്ടാണ് വന്നിട്ടുള്ളത്. 5 ജില്ലയിൽ നമുക്ക് ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അത് ഒരുപാടധികം വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തും കൂടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. പലരും വിളിച്ച് സംസാരിക്കുമ്പോൾ ഒരുപാടധികം സന്തോഷമാണ്. അവരുടെ സന്തോഷം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സിനെ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്ത് പറയണമെന്ന് തോന്നി. അപ്പോൾ സാലി KM തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില്, ആർദ്ര എറണാകുളം ഡിസ്ട്രിക്റ്റില്, അതുപോലെ കണ്ണൂരിലും ആലപ്പുഴയിലും നമുക്ക് സൗമ്യ ജയാണുള്ളത്. 2 ജില്ലയിലും ഫസ്റ്റ് റാങ്ക് നേടിയിട്ടുള്ള വ്യക്തിയാണ് സൗമ്യ. അതുപോലെ വയനാട് ജില്ലയിൽ നോക്കുകയാണെങ്കിൽ അജീഷ് KS. അപ്പോൾ എല്ലാ ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് മാത്രമല്ല, നമുക്ക് ഇനിയും കുറേ റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാടധികം സന്തോഷമുണ്ട്. നിങ്ങൾ പേഴ്സണലി വിളിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് കാണുമ്പോഴാണെങ്കിലും ഒരുപാടധികം സന്തോഷമുണ്ട്. അപ്പോൾ ട്രീറ്റ്മെന്റ് ഓർഗനൈസറിന്റെ മറ്റ് റാങ്ക് ഹോൾഡേഴ്സ് ആണ്. സെക്കൻഡ് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട് നമുക്ക്. അതുപോലെ 4th, 3rd, 6th, 5th ഇങ്ങനെ പല റാങ്കിൽ നമുക്ക് ഫസ്റ്റ് 10ൽ തന്നെ അത്യാവശ്യം നിറയെ റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാമിൽ ഒരുപാടധികം സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളുടെ അച്ചീവ്മെന്റ്സിൽ. ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാമിന്റെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിന്റെയും എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെയും റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു സന്തോഷം എന്ന് പറയുന്നത് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജിയുടെ റാങ്ക് ലിസ്റ്റ് വന്നതാണ്. അപ്പോൾ ഈ അടുത്താണ് വന്നത് റാങ്ക് ലിസ്റ്റ്. അതിനകത്ത് നമുക്ക് 3rd റാങ്ക് ഹോൾഡർ ഉണ്ട് അപർണ KM, അതുപോലെ ഇസ്മായിൽ TA, ശ്രീദേവി LK, മുസീന. എല്ലാവർക്കും കൺഗ്രാജുലേഷൻ. വളരെ ചെറിയൊരു ഗ്രൂപ്പായിട്ടാണ് നമ്മൾ ലീഗൽ മെട്രോളജിയുടെ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്തുനിന്നും ഇത്രയും നല്ല വിജയം ഉണ്ടായി എന്ന് പറയുന്നതിൽ ഒരുപാടധികം സന്തോഷമുണ്ട്. നിങ്ങൾ വിളിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും അത്രയധികം സന്തോഷം എനിക്കുണ്ട്. അതിലും എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് ആശംസിക്കുന്നു കേട്ടോ. അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നടത്തിയ അസിസ്റ്റന്റ് സയന്റിസ്റ്റിലും നമുക്ക് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്. 5th റാങ്കിൽ പൂർണിമ ഗോപി, 18th റാങ്കിൽ ഷജിനി, 29th റാങ്കിൽ ധന്യ. അതുപോലെ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇതേപോലെ കഴിഞ്ഞ വർഷം നടന്ന എക്സാം ആണ്. അതിൽ ഫസ്റ്റ് സെക്കൻഡ് റാങ്കുകളിലായിട്ട് നമുക്ക് ആദ്രയും അൽഫിയും ഉണ്ട്. എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് ആശംസിക്കുന്നു. ഇനിയും വലിയ വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. കേരള വാട്ടർ അതോറിറ്റി നടത്തുന്ന കേരള PSC എക്സാമായ മൈക്രോബയോളജിസ്റ്റ് എന്ന എക്സാമിൻ്റെ സിലബസിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ബയോ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് മോളിക്കുലർ ബയോളജി ടെക്നിക്ക്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് നിന്ന് വരുന്ന ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും എനേബിൾ ചെയ്യുക. അപ്പോഴാണ് അടുത്തൊരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. നമ്മുടെ ടെലിഗ്രാം ചാനൽ എൻറോൾ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. റീസെൻ്റ് ആയിട്ടുള്ള PSC എക്സാം അപ്ഡേറ്റ്സിനായിട്ട് ചാനലായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യത്തെ ചോദ്യം, സ്പെസിഫിക് ബയോമോളിക്യൂൾസ് വിച്ച് ഷോ ഈസിലി ഡിറ്റക്റ്റബിൾ ഡിഫറൻസസ് among different strains of species or among different species is termed as. മോളിക്കുലർ മാർക്കേഴ്സ് ആണ് ശരിയായ ഉത്തരം. മോളിക്കുലർ മാർക്കേഴ്സ് ഇൻക്ലൂഡ്, ഏതാണ് മോളിക്കുലർ മാർക്കേഴ്സ് എന്നുള്ളതിനകത്ത് ഇൻക്ലൂഡ് ആവുന്നത്? അപ്പോൾ ഉത്തരം എന്താണ് വരുന്നത്? ഓൾ ഓഫ് ദീസ് ആണ് ഉത്തരം വരുന്നത്. ഇവയെല്ലാം തന്നെ എന്താണ്? മോളിക്കുലർ മാർക്കേഴ്സ് ആണ്. RFLP, RAPD, AFLP എല്ലാം എന്താണ്? മോളിക്കുലർ മാർക്കേഴ്സ് ആണ്. മോളിക്കുലർ മാർക്കേഴ്സ് ആർ യൂസ്ഡ് ടു, എന്തിനാണ് മോളിക്കുലർ മാർക്കേഴ്സ് യൂസ് ചെയ്യപ്പെടുന്നത്? ഇവിടെയും ഉത്തരം ഓൾ ഓഫ് ദീസ് ആണ്. ക്രോമസോം മാപ്പിങ്ങിന്, സൈറ്റോജനറ്റിക് മാപ്സിന്, അതുപോലെ ഫിസിക്കൽ മാപ്സിനൊക്കെ മോളിക്കുലർ മാർക്കേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. The variation in restriction DNA fragment length between individuals of a species is called as. അതിനെയാണ് റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസം അഥവാ RFLP എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. RFLP ഈസ് യൂസ് ടു ഹൈ റെസൊല്യൂഷൻ ലിങ്കേജ് മാപ്പുകൾ കൺസ്ട്രക്ട് ചെയ്യാൻ, സിംഗിൾ ജീൻ ഡിസീസ് ഐഡന്റിഫൈ ചെയ്യാൻ, QTL മാപ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ. എല്ലാം ശരിയാണ്. സോ ഓൾ ഓഫ് ദീസ് ആണ് ഉത്തരം വരുന്നത്. RFLP ഇൻവോൾവ്സ്, എന്തിനാണ് RFLP യൂസ് ചെയ്യുന്നത്? അപ്പോൾ നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള RNA ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് RFLP യൂസ് ചെയ്യുന്നത്. ലൊക്കേഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ജീൻസ് ഓൺ ക്രോമസോംസ് ആർ കോൾഡ്, എന്താണ് വിളിക്കുന്നത്? ക്വാണ്ടിറ്റേറ്റീവ് ട്രേറ്റ് ലോക്കൈ എന്നാണ് വിളിക്കുന്നത്. RAPD is a
അതൊരു PCR based method ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. The set of DNAs generated by using random primers in a PCR reaction is called. നമ്മൾ റാൻഡം പ്രൈമേഴ്സ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആലോചിക്കുക RAPD ആണത്. സോ ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. All the statements are true regarding RFLP and RAPD except. എന്താണ്? സ്പീഷീസ് സ്പെസിഫിക് പ്രൈമേഴ്സ് നമുക്ക് എന്തിനു വേണം? RAPDക്ക് വേണം എന്നുള്ളത് അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ട്രൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എക്സെപ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്, പക്ഷെ എക്സെപ്ഷൻ കേസ് ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ചോദ്യം നല്ല രീതിയിൽ വായിക്കുക, എന്നാലേ നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ, ശരിയായ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. പലരും വരുത്തുന്നൊരു മിസ്റ്റേക്ക് ആണ് ഈ എക്സെപ്റ്റ് ശ്രദ്ധിക്കാതിരിക്കുക, അതുപോലെ നോട്ട് ട്രൂ, കറക്റ്റ്, ഇൻകറക്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മുടെ RFLPയും RAPDയും സംബന്ധിച്ച് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏത് എന്നുള്ളതാണ് ചോദ്യം. RAPD ക്വിക്ക് മെത്തേഡ് ആണ് വെൻ കമ്പയർഡ് വിത്ത് RFLP, അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. RFLP എന്ന് പറയുന്നത് കുറച്ചുകൂടെ റിലയബിൾ ആണ് ദാൻ ദാറ്റ് ഓഫ് RAPD, അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. റേഡിയോ ആക്റ്റീവ് പ്രോബുകൾ നമുക്ക് RAPDക്ക് വേണ്ടതായിട്ടില്ല, അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷേ റാൻഡം പ്രൈമേഴ്സ് ആണ് നമുക്ക് RAPDക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നത്, സ്പെസിഫിക് പ്രൈമേഴ്സ് അല്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അതാണ് ഇവിടുത്തെ ഉത്തരം വരുന്നത്, ശരിയായ ഉത്തരം വരുന്നത്. DNA of eukaryotic organism has several repeating units of short sequences called. എന്താണ് ആ ഷോർട്ട് സീക്വൻസിന്റെ പേര്? ടാൻഡം റിപ്പീറ്റ്സ് ആണ് കേട്ടോ. The variation in number of tandem repeats between two or more individuals എന്താണ് വിളിക്കുന്നത്? വേരിയേഷൻ ഇൻ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, നമ്മുടെ VNTR ആണ്, വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ്. അടുത്ത ചോദ്യം, സിമ്പിൾ സീക്വൻസ് റിപ്പീറ്റ്സ് ആർ. ഓപ്ഷൻ എ 1 to 6 ബേസ് പെയർ ലോങ് സീക്വൻസ് ഡിസ്ട്രിബ്യൂട്ടഡ് അലോങ് ദ ക്രോമസോം. ബി വരുന്നത് മൈക്രോ സാറ്റലൈറ്റ് ആണെന്നാണ് പറയുന്നത്. സി ഇൻഡിവിജ്വൽ സ്പെസിഫിക് ഇൻ നമ്പർ ആൻഡ് പൊസിഷൻ. അപ്പോൾ ഇവിടെ സിമ്പിൾ സീക്വൻസ് റിപ്പീറ്റ് എന്ന് പറയുന്നത് എല്ലാമാണ്. സോ ഓൾ ഓഫ് ദീസ് ആണ് ശരിയായ ഉത്തരം. അപ്പൊ കേരള വാട്ടർ അതോറിറ്റി നടത്തുന്ന കേരള PSC എക്സാം ആയ മൈക്രോബയോളജിസ്റ്റ് അഥവാ ബാക്ടീരിയോളജിസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പ്രിപ്പറേഷനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിനായിട്ട് നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്യുകയാണ്. 28-നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് സ്റ്റഡി സപ്പോർട്ട് ഉണ്ടായിരിക്കും, അതായത് നമ്മുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, MCQ ഡിസ്കഷൻ ഉണ്ടായിരിക്കും, നമ്മുടെ സിലബസ് ബേസ്ഡ് ടോപ്പിക്കിൽ അനുസരിച്ചായിരിക്കും നമ്മുടെ ക്വിസും കാര്യങ്ങളൊക്കെ പോകുന്നത്. അതുപോലെ സിലബസ് ഓറിയന്റഡ് നോട്ട്സ് ഉണ്ടായിരിക്കും, സ്റ്റഡി പ്ലാൻ റിമൈൻഡേഴ്സ് ഉണ്ടായിരിക്കും. ഏതാണ് ഇന്നത്തെ ദിവസം പഠിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് നിങ്ങളടുത്ത് പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. റിവിഷൻസും റിവിഷൻ ടെസ്റ്റുകളും ഉണ്ടായിരിക്കും. കൂടെ കൂടെ നമുക്ക് റിവൈസ് ചെയ്ത് റിവിഷൻ ടെസ്റ്റിലൂടെ നമ്മുടെ പ്രിപ്പറേഷനെ സെൽഫ് അനലൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മെന്റർഷിപ്പ്. ഈ ഒരു പ്രിപ്പറേഷൻ പീരീഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ അതിപ്പോൾ പഠനത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, അതുപോലെ നിങ്ങളുടെ മെന്റലായിട്ട് നിങ്ങളെ ഈ പ്രിപ്പറേഷൻ എങ്ങനെ കൊണ്ടുപോകണം, എക്സാമിന്റെ പ്രിപ്പറേഷൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിലാണെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ടാവും. അപ്പോൾ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ 80 ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നമ്മുടെ ഗ്രൂപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ 2 മൊഡ്യൂളിന്റെയും റിവിഷൻ ടെസ്റ്റ് അടക്കം നമ്മൾ കഴിഞ്ഞു, ക്ലാസ്സുകൾ കഴിഞ്ഞു, അതിന്റെ നോട്ട്സ് അപ്ലോഡഡ് ആണ്, ക്വിസ്, MCQ PDF എല്ലാം അവൈലബിൾ ആണ്. 3ാമത്തെ മൊഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ഉടനെ തന്നെ അടുത്ത റിവിഷൻ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നല്ല സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ കോഴ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ആദ്യത്തെയും 2ാമത്തെയും റിവിഷൻ ടെസ്റ്റിലെ റാങ്ക് ഹോൾഡേഴ്സിന്റെ പേരുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. കൃത്യമായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചു പോയി, അവർ നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. ഇനിയും കുറെ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് 3 റാങ്കുകൾ വരുന്ന സ്റ്റുഡൻസിനെ മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള സ്റ്റുഡൻസും ഈ ഒരു ലിസ്റ്റിനകത്ത് വരണം. അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, പോരായ്മകൾ തിരുത്തി കറക്റ്റ് ചെയ്ത് പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ കേരള വാട്ടർ അതോറിറ്റി നടത്തുന്ന കേരള PSC എക്സാം ആയ മൈക്രോബയോളജിസ്റ്റ് എക്സാമിന്റെ ക്രാഷ് കോഴ്സിലെ നമ്മുടെ സ്റ്റുഡൻസിന്റെ റിവ്യൂസും ഫീഡ്ബാക്സും ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇനി ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക.
കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. 9995264596 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. വേറൊരു നമ്പർ നമുക്കില്ല. അപ്പോൾ ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കോഴ്സിന്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കാനായിട്ടും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എന്താണെങ്കിലും കമന്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ റിവ്യൂസ് അനുസരിച്ച് കൂടുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമോ അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻ. താങ്ക് യു.